പഠിപ്പ് ഡ്രോപ്പ് ചെയ്തൊരു ബിസിനസ് ആയിട്ട് പഠിപ്പ് ചെയ്യാനുണ്ട്. ഓൻ പറഞ്ഞ പോലെ പഠിപ്പ് കയ്യാൻ നിൽക്കുന്നതിന് മുന്നേ ബിസിനസ് പൂതി മൂത്ത് നേരെ ഇതിലോട്ട് ഇറങ്ങിയിട്ടുള്ള രണ്ട് ചെക്കന്മാർ. ഈ വേഫിൾസും മോമോസ് ഒക്കെ ഭയങ്കര ഓവർ റേറ്റഡ് പ്രൈസ് ഉള്ള സാധനങ്ങളാണല്ലേ. എന്നാ ഈ സാധനം 70-80 ഉറുപ്പിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നല്ല അടിപൊളി വേഫിൾസ് കിട്ടുന്ന ഒരു സ്പോട്ട്. വലിയൊരു മധുരപ്രേമി അല്ലെങ്കിലും ഞാനൊരു ഒടുക്കത്തെ ചോക്ലേറ്റ് ലവറാണ്. എന്റെ പോലെ ബ്രെയിനിൽ വെറും ചോക്ലേറ്റ് നീയത്ത് മാത്രമുള്ളവരാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം കോഴിക്കോട് ബീച്ച് വരുമ്പോ ഈ സ്പോട്ട് മറക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോ പള്ള നിറഞ്ഞുകൊണ്ട് മാത്രം മനസ്സിൽ വെച്ച് പോരേണ്ടി വന്ന ഒരു സ്പോട്ടാണിത്. ഇപ്രാവശ്യം പോയി നോക്കിയപ്പോ വെളിച്ചും വെട്ടൊന്നുമില്ല. സംഭവം അവിടുത്തെ ലൈറ്റ് ഒക്കെ അടിച്ചു പോയിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം തിന്നിട്ടേ പോണോന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ഓനും കുറച്ച് ഹെൽപ്പ് ചെയ്ത് പിന്നെ ഓൻ ഉണ്ടാക്കിയ വേഫിളൊക്കെ കഴിച്ചിട്ടാണ് നമ്മള് പോയിട്ടുണ്ടായിരുന്നു. എടാ ഈ പൈസക്ക് ഇത്രയും ടേസ്റ്റ് ഉള്ള വേഫിളൊന്നും നമ്മളെ കോഴിക്കോട് എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ലടാ. എന്റെ മൈൻഡ് മുഴുവൻ ആ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഷോപ്പിന്റെ പേര് പോലും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബട്ട് ലൊക്കേഷൻ എനിക്ക് ബൈ ഹാർട്ട് ആണ്. ന്യൂട്ടല്ല, കോഫി, നോർമൽ എന്നൊക്കെ പറഞ്ഞ് 3-4 ഫ്ലേവേഴ്സിൽ ഒരു ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അഫോർഡബിളും ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടേനേടാ. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മള് കോഴിക്കോട് മുഖദാർ ബീച്ചിലേക്കൊക്കെ പോണ വഴിക്ക് ബോളിയും പായസൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടില്ലേ, അതിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ആയിക്കോട്ടെന്നാ.